ബിജെപി ഗണ്യമായ മുന്നേറ്റം നടത്തുമെന്ന് മനസ്സിലാക്കി പിണറായി വെച്ച പണിക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ മറുപണി. തദ്ദേശ വാർഡ് പുനർവിഭജനത്തിനുള്ള ഓർഡിനൻസ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മടക്കിയത് അങ്ങനെയാണ്. സഖാക്കളെ കൊണ്ട് വാർഡുകൾ പുനർനിർണയിച്ചു വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി തൂത്തുവാരുന്ന തരത്തിലുള്ള ഓർഡിനൻസാണ് ഗവർണർ മടക്കിയത്. ഓർഡിനൻസിന്റെ മറവിൽ നടക്കുന്ന തട്ടിപ്പ് പ്രതിപക്ഷ കക്ഷികൾ മനസ്സിലാക്കിയെന്നാണ് സൂചന. പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ പരിഗണിക്കാനാവില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി വാങ്ങണമെന്നും രാജ്ഭവൻ വ്യക്തമാക്കി. ഇതോടെ സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ തീരുമാനിച്ചു. 2020 ഭേദഗതി പ്രകാരമാണ് തദ്ദേശ വാർഡ് വിഭജനത്തിലുള്ള ഓർഡിനൻസ് മന്ത്രിസഭ കൊണ്ടുവന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിന് മുൻപായി നടപ്പിലാക്കാനായിരുന്നു തീരുമാനം. ഓർഡിനൻസ് അനുസരിച്ച് വിഭജനത്തോടെ പഞ്ചായത്തുകളിൽ 1300-ലേറെ പുതിയ വാർഡുകളും കോർപ്പറേഷനുകളിൽ 7 വാർഡുകളും നഗരസഭകളിൽ 127 വാർഡുകളുടെയും വർധനയുണ്ടാകും. വാർഡുകളുടെ അതിർത്തിയിലും വ്യത്യാസം വരും. എല്ലാ വാർഡുകളും CPM-ന് അനുകൂലമാക്കി മാറ്റാനാണ് തീരുമാനം. കൊച്ചി കോർപ്പറേഷനിൽ മാത്രം 2 വാർഡുകളും മറ്റു കോർപ്പറേഷനുകളിൽ ഓരോ വാർഡിന്റെയും വീതമാണ് വർധന വരിക. ഓൺലൈനായി ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ഓർഡിനൻസ് ഇറക്കാൻ തീരുമാനിച്ചത്. തുടർന്ന് ഇത് ഗവർണറുടെ അംഗീകാരത്തിനായി അയക്കുകയായിരുന്നു. 2010-ലാണ് സംസ്ഥാനത്ത് അവസാനമായി വാർഡ് വിഭജനം നടന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നൽകിയാൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ചെയർമാനായി ഗവൺമെന്റ് സെക്രട്ടറിമാരും ഉൾപ്പെടെ ഡിലിമിറ്റേഷൻ കമ്മീഷൻ നിലവിൽ വരും. കമ്മീഷന്റെ മാർഗരേഖയുടെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരാണ് അതിർത്തി പുനർനിർണയിക്കുക. 6 മാസത്തിനകം നടപടികൾ പൂർത്തിയാക്കും. 1200 വാർഡുകൾ അധികം വരും. തദ്ദേശ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിമാരിൽ ബഹുഭൂരിപക്ഷവും CPM-കാരാണ്. അവർ ആര് പറയുന്നത് കേൾക്കുമെന്ന് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. അതായത് സഖാക്കൾ പുനർനിർണയിച്ച വാർഡുകൾക്ക് ഉദ്യോഗസ്ഥർ സാധുത നൽകും. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് 2019 ജാനുവരിയിൽ വാർഡ് വിഭജനത്തിനായി ഓർഡിനൻസ് ഇറക്കിയെങ്കിലും ഗവർണർ ഒപ്പിട്ടിരുന്നില്ല. 2020 ഫെബ്രുവരിയിൽ നിയമസഭ പാസാക്കിയ ബില്ലിൽ ഗവർണർ ഒപ്പുവെച്ചെങ്കിലും കോവിഡിനിടെ വാർഡ് വിഭജനം അസാധ്യമായതിനാൽ മറ്റൊരു ഓർഡിനൻസ് ഇറക്കി നിയമ ഭേദഗതി ഉപേക്ഷിക്കുകയായിരുന്നു. 2015-ൽ ഭാഗികമായ പുനർനിർണയം നടന്നിരുന്നു. 69 ഗ്രാമപഞ്ചായത്തും 32 മുനിസിപ്പാലിറ്റിയും കണ്ണൂർ കോർപ്പറേഷനും പുതുതായി രൂപവൽക്കരിച്ചു. എന്നാൽ ഗ്രാമപഞ്ചായത്തുകളുടെയും 4 മുനിസിപ്പാലിറ്റികളുടെയും രൂപവൽക്കരണം ഹൈക്കോടതി റദ്ദാക്കി. ബാക്കി തദ്ദേശ സ്ഥാപനങ്ങളിൽ 2001-ലെ സെൻസസ് ഇപ്രകാരമുള്ള വാർഡുകളാണ് ഇപ്പോഴുള്ളത്. ഗ്രാമപഞ്ചായത്തിൽ 1000 പേർക്ക് ഒരു വാർഡെന്നാണ് കണക്ക്. 941 പഞ്ചായത്തുകളിലും 87 മുനിസിപ്പാലിറ്റികളിലും 6 കോർപ്പറേഷനുകളിലുമായി ജനസംഖ്യ, ഭൂപ്രകൃതി തുടങ്ങിയവയെ പരിഗണിച്ച് വിഭജിക്കുമ്പോൾ ഏറെക്കുറെ എല്ലാ വാർഡുകളുടെയും അതിർത്തിയിൽ മാറ്റമുണ്ടാകും. ഭരണസമിതിയുടെ കാലാവധി പൂർത്തിയാകാത്ത മട്ടന്നൂർ നഗരസഭയിൽ വിഭജനം പിന്നീട് നടക്കും. ബാക്കി 1119 തദ്ദേശ സ്ഥാപനങ്ങളിലെ 21865 വാർഡുകളിലായിരിക്കും പുനഃക്രമീകരണം. 2ാം ഘട്ടത്തിലാണ് 152 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നടക്കുക. അന്തിമഘട്ടത്തിൽ ജില്ലാ പഞ്ചായത്തുകളിലും തദ്ദേശ വാർഡ് പുനർവിഭജനത്തിനുള്ള ഓർഡിനൻസ് ഗവർണർ മടക്കിയതോടെ സർക്കാർ വെട്ടിലായി. ഫയൽ കമ്മീഷന് കൈമാറിയ സർക്കാർ അതിവേഗം അനുമതി വാങ്ങാനുള്ള നീക്കത്തിലാണ്. ഓർഡിനൻസിൽ തീരുമാനം വൈകുന്നതിനാൽ നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കാനുള്ള നീക്കം പ്രതിസന്ധിയിലാണ്. മുഖ്യമന്ത്രി തലസ്ഥാനത്ത് ഇല്ലാതിരുന്നിട്ടും അടിയന്തരമായി വാർഡ് വിഭജന മന്ത്രിസഭാ യോഗത്തിൽ കൊണ്ടുവരികയായിരുന്നു. വരുന്ന മന്ത്രിസഭാ യോഗം നിയമസഭാ സമ്മേളനത്തിലെ തീയതി തീരുമാനിക്കാനിരിക്കുകയായിരുന്നു. ജൂൺ 10 മുതൽ സമ്മേളനം എന്ന നിലയ്ക്കാണ് ധാരണ. സമ്മേളനം വിളിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്താൽ പിന്നെ ഓർഡിനൻസിൽ ഗവർണർ ഒപ്പിടില്ല. അതിനാൽ നിയമസഭ വിളിക്കാൻ കഴിയുന്നില്ല. സഭ സമ്മേളിക്കാത്ത സമയത്തെ അടിയന്തര ആവശ്യങ്ങൾക്കാണ് ഓർഡിനൻസ് കൊണ്ടുവരുന്നത്. സഭ ചേരാൻ തീരുമാനിച്ചാൽ ബില്ല് കൊണ്ടുവരേണ്ടി വരും. നടപടിക്രമം പൂർത്തിയാക്കി ബില്ല് പാസാക്കാൻ സമയവും എടുക്കും. ഫയലിൽ കമ്മീഷൻ അനുമതി അതിവേഗം വാങ്ങി വീണ്ടും ഗവർണർക്ക് സമർപ്പിക്കാനാണ് സർക്കാർ നീക്കം.